എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വന്നിരിക്കുന്നത് നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പാലൊന്നും ചേർക്കാതെ തന്നെ നല്ല രുചികരമായിട്ടുള്ളൊരു ഡ്രിങ്കാണ്. വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു റോബസ്റ്റ പഴം ചേർക്കുന്നുണ്ട്. റോബസ്റ്റ പഴത്തിന് വരെ ഏത് പഴം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് ചേർത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് ഈ പഴം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. പഞ്ചസാരയും പഴവും കൂടെ നന്നായിട്ട് ഒന്ന് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പൈനാപ്പിളാണ്. നല്ല മധുരമുള്ള ഒരു ചെറിയ പൈനാപ്പിളിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. പൊടിയായിട്ട് അരിഞ്ഞ് എടുത്തിരിക്കുന്നതാണ്. പൈനാപ്പിളും പഴവും പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല മധുരമുള്ള പൈനാപ്പിളാണ്. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ്. നമ്മളിവിടെ ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ നീരല്ല, ടിന്നിലുള്ള നാരങ്ങ നീരാണ് ചേർക്കുന്നത്. ഫ്രഷായിട്ട് പിഴിഞ്ഞ് ചേർത്താലും മതി. പുളിക്ക് ആവശ്യമായിട്ടുള്ള നാരങ്ങ നീര് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. കനം കുറഞ്ഞ തേങ്ങാപ്പാൽ, അതായത് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. നമ്മളിത് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന തേങ്ങാപ്പാലാണ്. ഫ്രഷായിട്ട് തേങ്ങ ഉള്ളവർ നമ്മൾ തേങ്ങയുടെ 2ാം പാൽ എടുക്കുന്ന പോലെ ഒന്ന് എടുക്കുക. ഒരുപാട് അങ്ങ് നേർത്ത തേങ്ങാപ്പാലല്ല, കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടാവണം, എന്നാലാണ് ഈ ഡ്രിങ്കിനൊരു ടേസ്റ്റ് കിട്ടുക. ആവശ്യാനുസരണം തേങ്ങാപ്പാൽ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക. നമ്മളിവിടെ ഒരു 2.5 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് സബ്ജ സീഡ് അല്ലാന്നുണ്ടെങ്കിൽ ചിയ സീഡാണ്. രണ്ടും രണ്ടാണ്. നമ്മളിവിടെ ചിയ സീഡ് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് ചേർക്കുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ സബ്ജ സീഡ് എടുത്താലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഐസ് ക്യൂബ്സ് ചേർക്കുന്നത്. ഇതിങ്ങനെ സെർവ് ചെയ്യാം. ഇനി ഇതൊന്നുകൂടെ ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ച് പിസ്ത എസൻസും കളറും കൂടെ ചേർന്നതാണ്. അതൊരു 2 തുള്ളിയാണ് ചേർക്കുന്നത്. 2 തുള്ളി ഇപ്പോൾ ചേർക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കാൻ നേരത്ത് ഞാൻ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടി ഒന്ന് അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് തികച്ചും ഓപ്ഷണലാണ്. പിസ്തയുടെ ഒരു ഫ്ലേവർ വരും ഇത് ചേർക്കുമ്പോൾ. ഇതിഷ്ടമില്ലാത്തവർക്ക് ചേർക്കണമെന്നില്ല. നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് നല്ല തണുപ്പോടുകൂടി തന്നെ സെർവ് ചെയ്യുക. നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു കൂൾ ഡ്രിങ്കാണ്. പൈനാപ്പിളിൻ്റെയും തേങ്ങാപ്പാലിൻ്റെയൊക്കെ ടേസ്റ്റ് വരുന്നതുകൊണ്ട് തന്നെ പാലും പഴവും കൂടി ഇങ്ങനെ ആക്കിയിട്ട് കുടിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല, അത് വിരുദ്ധാഹാരമാണ്. അതുകൊണ്ട് തേങ്ങാപ്പാലും ഫ്രൂട്ട്സും കൂടി ഇങ്ങനെ ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നോമ്പുതുറക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്